അവൾക്ക് ചുറ്റും കൂടി. അവർക്കൊക്കെ അറിയേണ്ടത് അതിത്രയുടെ നാവിൽ തുമ്പിൽ നിന്ന് അടർന്നു വീണ സത്യങ്ങളായിരുന്നു. 4 ദിക്കിൽ നിന്നും അവളുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ അമ്പലച്ചൂരിൽ ആരോ കുത്തിച്ചേർത്ത ഒരു ശില പോലെ അവളിരുന്നു, പ്രതികരണങ്ങളില്ലാതെ. 7 ദിവസങ്ങൾ പിന്നെയും മുൻപോട്ട് നീങ്ങി. ഇന്നാണ് നീണ്ട 9 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അതിഥി തിരികെ വാരത്തേക്ക് മടങ്ങി വരുന്നത്. രേണു മുറിയൊക്കെ വൃത്തിയാക്കിയിട്ടിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവളൊന്ന് സുഖമായി ഉറങ്ങി. അവളുടെ ഉറക്കത്തിൽ ചെങ്കൽ കുന്നിലെ കുന്നിൻ ചെരുവുകളിൽ അസ്തമയ സൂര്യനു മുൻപിൽ അനുസരണയോടെ തല താഴ്ത്തി നിൽക്കുന്ന കണ്ണാന്തളിപ്പൂക്കൾ സ്ഥാനം പിടിച്ചു. ഓറഞ്ച് കലർന്ന ആകാശം, പാതി മറിഞ്ഞു നിൽക്കുന്ന സൂര്യൻ കുന്നിൻ ചെരുവുകൾക്ക് പിന്നിലെ ഗർത്തത്തിലേക്ക് നിലയില്ലാതെ താഴ്ന്നു പോകുകയാണ്. കണ്ണാന്തളി പൂക്കളുടെ മണമുള്ള തണുത്ത 6 മണിക്കാറ്റ്. ഇതിനെല്ലാം ഒത്ത നടുവിലെ ആ ചെറിയ ഓലമേഞ്ഞ വീട്, അവിടെയാണ് നന്ദഗോപനുള്ളത്, രാത്രിയുടെ നന്ദൻ. അതിൻ്റെ ഇടത്തിണയിലിരുന്ന് താടി ഒഴിഞ്ഞുകൊണ്ട് ആകാശത്തിന്റെ മനോഹരിതയിലേക്ക് മിഴിന്നിട്ട് നന്ദനിരിക്കുകയാണ്. കയ്യിലെ ചൂടുകട്ടൻ നേരിയതിൻ തുമ്പിൽ ചേർത്ത് പിടിച്ച് അയാൾക്കരികിൽ വന്നിരിക്കുന്ന താത്രി. നന്ദന്റെ തോളിൽ ചാരി അയാളുടെ കണ്ണുകളിലൂടെ ഭംഗിയേറിയ കാഴ്ചകൾ ആസ്വദിക്കുകയാണവൾ. ഇടയ്ക്കിടയ്ക്ക് അവൾ അയാളുടെ തോളിൽ അമർത്തി ചുംബിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിലെ മുഴുവൻ പ്രണയവും ചേർത്ത് വെച്ചൊരു ചുംബനം. ആ സമയവും ആ കാഴ്ചകളും മുന്നോട്ട് സഞ്ചരിക്കാതെ ഒന്ന് നിശ്ചലമായിരുന്നുവെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. അവളും അവളുടെ നന്ദനും അവരുടെ പ്രണയവും മാത്രം ചലിച്ചിരുന്നെങ്കിൽ. രാത്രി, മോളെ എണീക്ക്, ദാ ഈ മരുന്ന് കഴിച്ചിട്ടുറങ്ങ്. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്ന് അവളെ ഉണർത്തിയത് അനിതയാണ്. ഉറക്കം നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ അവൾക്ക് ദേഷ്യം തോന്നിയത് നന്ദനെക്കുറിച്ചുള്ള ഓർമ്മകൾ മുറിഞ്ഞുപോയതാണ്. മരുന്ന് വേഗം കഴിച്ചിട്ട് അവൾ പിന്നെയും കണ്ണടച്ചു. ചെങ്കൽ കുന്നും കണ്ണാന്തളി പൂക്കളും രാത്രിയുടെ കറുപ്പിൽ ഇഴുകിച്ചേർന്നിരുന്നു. അവൾ അവളെ തന്നെ നന്ദഗോപന്റെ ഹൃദയത്തിലേക്ക് കൂട് തുറന്നു വിട്ടു. അയാളുടെ വിശാലമായ ഹൃദയത്തിൽ അവൾ ഓടി നടന്നു, പൊട്ടിച്ചിരിച്ചു. അയാളെ പ്രണയിച്ച് അയാളോട് ചേർന്ന് ആളുടെ ഹൃദയഭിത്തിയിൽ ചാഞ്ഞുറങ്ങി. വേനൽ ചൂടിൽ പൂത്തുലഞ്ഞ് ഭംഗിയായി നിൽക്കുന്ന വാകയെപ്പോലെ എനിക്കും സുന്ദരിയാവണം. നിന്റെ പ്രണയച്ചൂടിൽ പൂത്തുലഞ്ഞ് പുതിയൊരു പ്രണയകാവ്യം സൃഷ്ടിക്കണം. നന്ദനും താത്രയ്ക്കും വേണ്ടി മാത്രം. ആ രാത്രിയിൽ അവൾക്ക് പിന്നെ ഉറക്കം വന്നതേയില്ല. അവൾ പതിയെ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റിട്ടു. ശേഷം അലമാരയിൽ നിന്നൊരു ഇൻലൻറ്റ് എടുത്തു. അതിൽ പതിയെ എഴുതി തുടങ്ങി. എന്റെ മാത്രം കണ്ണാന്തളി പൂക്കൾക്ക്. ഈ രാത്രിയിലും എനിക്ക് ഉറക്കം വരുന്നില്ല. കഴിഞ്ഞ 9 ദിവസങ്ങൾ എന്തേ എന്നെ അന്വേഷിച്ചില്ല? ഒന്നു വന്നിരുന്നെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്നറിയോ? നന്ദൻ എഴുതുന്ന കത്തുകളിൽ മാത്രമാണ് അവൾ വെറുമൊരു കുട്ടിയായി പോകുന്നത്. നന്ദന്റെ മാത്രം താത്രിക്കുട്ടി. പ്രണയം നിറച്ചെഴുതുന്ന എല്ലാ കത്തുകളും മടക്കുന്നതിന് തൊട്ടു മുൻപായി അവളൊന്ന് ചുംബിക്കാറുണ്ട്. നന്ദനുള്ളതാണ് ആ ചുംബനം. മറുപുറത്ത് കത്തുകൾ കയ്യിൽ കിട്ടുമ്പോൾ അയാളും ആ ചുംബനം നൽകാറുണ്ട്. അതയാളുടെ താത്രിക്കുള്ളതാണ്. തീർത്തും നിഷ്കളങ്കമായ പ്രണയം. അവളുടെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്കൊരു യാത്ര പോയി. കൃത്യമായി പറഞ്ഞാൽ 6 വർഷം പിന്നോട്ട്. 6 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ജനുവരിയിലായിരുന്നു ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായി അതിഥി നാട്ടിൽ വരുന്നത്. തോളപ്പം മുറിച്ചിട്ട മുടിയിഴകൾക്ക് അന്ന് സ്വർണ്ണ നിറമായിരുന്നു. മുട്ടപ്പം മാത്രമുള്ള പാവാടയും സ്ലീവ്ലെസ് ടോപ്പും ഇട്ടൊരു മിടുക്കിക്കുട്ടി. കയ്യിൽ ലഗേജുമായി പുറത്തേക്കിറങ്ങി വരുന്ന അവളെയും കാത്ത് വാരത്തെ കുടുംബം മുഴുവനും എയർപോർട്ടിലുണ്ടായിരുന്നു. ആദ്യം കണ്ട മാത്രയിലെ മുത്തശ്ശനൊരു പുച്ഛമാണ് തോന്നിയത്. കാരണം അവളുടെ വേഷവിധാനങ്ങൾ വാരത്തെ അന്തസ്സിന് ചേർന്നതല്ലേ. പക്ഷെ അയാളത് പുറത്തു കാണിച്ചില്ല. അവളെ കണ്ടപാടെ രഞ്ജിത്തും ശാരികയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അതിത്ര എല്ലാവർക്കും മനോഹരമായൊരു പുഞ്ചിരി നൽകി. ഒരുപാട് വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും അവൾക്ക് തീരെ താല്പര്യമില്ല. ആരതി ഒഴിഞ്ഞാണ് ശാരിക അവളെ വാരത്തേക്ക് കയറ്റിയത്. അങ്ങനെ ആദ്യമായി താത്രയുടെ കാൽപാദങ്ങൾ വാരത്തെ അകത്തളങ്ങളിൽ പതിയുന്നു. മോളെ, കുട്ടി, കുഞ്ഞേ
അങ്ങനെയുള്ള തേൻ പുരട്ടിയ വിളികൾക്കൊന്നും അവൾക്ക് തീരെ താല്പര്യമില്ല. എല്ലാവരും തന്നെ അതിഥിയെന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ പറഞ്ഞു. ഒടുവിൽ ശാരിക്ക് മാത്രം താത്രി എന്ന് വിളിക്കാനുള്ള അവകാശവും കൊടുത്തു. മാസങ്ങൾ മുൻപോട്ട് ഇഴഞ്ഞു നീങ്ങി. പതിയെ പതിയെ എല്ലാവരും അതിഥിയുടെ ശീലങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അവളോട് വാദിച്ച് ജയിക്കാൻ കൃഷ്ണമേനോന് പോലും ഭയമായിരുന്നു. +1 വിലാസിനി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പഠിക്കണമെന്ന കൃഷ്ണമേനോന്റെ തീരുമാനത്തെ അവൾ നഖശിഖാന്തം എതിർത്തു. ഒടുവിൽ അവളുടെ വാശി ജയിച്ചു. നാട്ടിലെ ഒരു സാധാരണ സ്കൂളിൽ ഒരു സാധാരണ പെൺകുട്ടിയായവൾ പഠിച്ചു. അല്ല, പഠിക്കാൻ ശ്രമിച്ചു. എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് നന്നേ കുറവ്. കൃഷ്ണമേനോന്റെ അന്തസ്സിനേറ്റ അടുത്ത പ്രഹരമായിരുന്നു അത്. ആ, വാര്യത്തെ കൃഷ്ണമേനോന്റെ കൊച്ചുമോൾ മന്ദബുദ്ധിയാണോ? നാട്ടുകാർ ചോദിക്കുന്നു. ഇങ്ങനെയുണ്ടോ കുട്ടിയോള്? പഠിക്കാൻ തീരെ കഴിവില്ലാതെ. ഛേ, ഈ കുടുംബത്തിൽ ഇതെങ്ങനെയാ? ഒരിക്കൽ സംസാരത്തിനിടെ കൃഷ്ണമേനോൻ പറഞ്ഞു. അന്ന് ആദ്യമായി അയാൾക്ക് മുൻപിൽ അവളുടെ തല താന്നു. മറുത്തൊന്നും പറയാനാവാത്ത വിധം അവളുടെ നാവ് നിശ്ചലമായിപ്പോയി. അച്ഛാ, ആ പാടത്തിനക്കരെയുള്ള ശിവക്ഷേത്രത്തിനടുത്തൊരാളുണ്ട്. നമ്മുടെ കൃഷി ഓഫീസർ. ജോലി കഴിയുന്ന സമയത്താണ് അയാൾ ട്യൂഷൻ എടുക്കുന്നത്. ഒരു കൊല്ലമായിട്ട് അയാൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നുമുണ്ട്. പഠിക്കാൻ അല്പം പിന്നോട്ടുള്ള കുട്ടികൾക്ക് പോലും അവിടെ പഠിക്കാൻ പോയാൽ പിന്നെ നല്ല മാർക്കാന്നാ ഞാൻ കേട്ടെ. അല്പം പേടിയോടെയാണ് ശാരിയത് പറഞ്ഞത്. കാരണം കൃഷ്ണമേനോന്റെ സംസാരത്തിനിടയിൽ മറ്റാരും അയാളുടെ അനുവാദം കൂടെ സംസാരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അത് ശാരി എങ്ങനെ അറിഞ്ഞു? സുമിത്ര, പാല് കൊണ്ടുവരുന്ന സുമിത്രയാ പറഞ്ഞത്. അവളുടെ മകന് അവിടെ പഠിച്ച ശേഷം നല്ല മാർക്ക് കിട്ടിയത്രേ. എനിക്ക് ഉറപ്പുണ്ടച്ചാ, അവിടെ ചേർത്താൽ താത്രി നന്നായി പഠിക്കും. കൃഷ്ണമേനോന്റെ ചെറുമകൾക്ക് ആരുടെ ഔദാര്യം വേണ്ട. അയാൾക്ക് ആവശ്യമുള്ള കാശ് കൊടുത്ത് അയാളെ ഇവിടെ കൊണ്ടുവരാം. അതിത്രി, നാളെ മുതൽ ട്യൂഷൻ പഠിക്കാൻ തയ്യാറായിക്കോ. വേണ്ട, ഞാൻ പോയി പഠിച്ചോളാം. എന്നെ പഠിപ്പിക്കാൻ മാത്രമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. പഠിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി പഠിച്ചോളാം. ഇനിയും എതിർത്താൽ ചിലപ്പോൾ അതിത്രി പഠിപ്പ് തന്നെ നിർത്തിക്കളയെന്ന് തോന്നിയതുകൊണ്ടാവും. ഒടുവിൽ കൃഷ്ണമേനോൻ അർത്ഥസമ്മതം മൂളി. പിറ്റേ ദിവസം അതിത്രിയെ ട്യൂഷന് ചേർക്കാൻ ശാരികയും കൃഷ്ണമേനോനും ഒന്നിച്ചാണ് പോയത്. വാര്യത്തെ വീട് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞാൽ ഒരു വലിയ അരയാലുണ്ട്. അതിനു മുൻപിൽ വിശാലമായ പാടം. കൃഷ്ണമേനോൻ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണ് ആ പാടം. അതിന് നടുവിലൂടെയുള്ള ഒറ്റ വരമ്പിലൂടെ നേരെയങ്ങ് നടന്നാൽ കാണുന്നതാണ് ശിവക്ഷേത്രം. അതിന് 2 വീട് അപ്പുറത്താണ് ട്യൂഷൻ ക്ലാസ്. ഒരു വീടിനോട് ചേർന്ന ഒറ്റ മുറിയാണ് ക്ലാസ് റൂം. അവരങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ കേൾക്കായിരുന്നു കുട്ടികളുടെ കലപില ശബ്ദങ്ങൾ. കോളിംബില്ലിൽ വിരലമർത്തിയപ്പോൾ മുണ്ടെടുത്തൊരാൾ പുറത്തേക്കിറങ്ങി വന്നു. ഞാൻ വാര്യത്തെ കൃഷ്ണമേനോൻ. അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ നന്ദഗോപൻ. ആ പേര് കേട്ടപ്പോഴാണ് അതുവരെ പരിസരം വീക്ഷിച്ചുകൊണ്ടിരുന്ന അതിത്രി അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചത്. അവൾ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇതെന്റെ കൊച്ചുമകൾ അതിത്രി മേനോൻ. അവൾ അമർഷത്തോടെ കൃഷ്ണമേനോനെ നോക്കി. വരൂ. നന്ദഗോപൻ അവളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. പെട്ടെന്ന് അയാളെ കണ്ടതും ക്ലാസ് ആകെ നിശബ്ദമായി. ഇത് നമ്മുടെ ക്ലാസ്സിലെ പുതിയ സ്റ്റുഡൻ്റാണ് അതിത്രി മേനോൻ. അതിത്രി, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആദ്യം തന്നെ പറയട്ടെ, എന്നെ പരിചയപ്പെടുത്താൻ പേരിനറ്റത്തൊരു വാലിൻ്റെ ആവശ്യം എനിക്കില്ല. ഐ എം അതിത്രി. ജംഗ്ഷനിലെ ഗവൺമെൻറ് സ്കൂളിൽ +1 ബയോളജി സയൻസിന് പഠിക്കുന്നു. ശേഷം പുറത്തുനിന്ന് ക്ലാസ്സിനകത്തേക്ക് നോക്കിക്കൊണ്ട് നിന്ന മുത്തച്ഛനെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു. അതിൻ്റെ അർത്ഥം അവൾക്കും കൃഷ്ണൻ മേനോനും മാത്രമേ മനസ്സിലായുള്ളൂ. അതിത്രി. പെട്ടെന്നായിരുന്നു പുറത്തുനിന്ന് കൃഷ്ണൻ മേനോൻ അവളെ വിളിച്ചത്. അയാളുടെ ശബ്ദത്തിന് പതിവിലും കനമുണ്ടായിരുന്നു. അവൾ പതിയെ നന്ദഗോപനെ നോക്കി. കണ്ണുകൊണ്ട് അയാളോട് പുറത്തേക്ക് പോകുവാനുള്ള അനുവാദം വാങ്ങി. എന്താ മുത്തശ്ശ? അയാൾ അവളുടെ തലമുടിയും മെല്ലെ തലോടി. ശേഷം കുറച്ചുറക്കത്തന്നെ പറഞ്ഞു. നന്നായിട്ട് പഠിക്കണം. പഠിക്കാൻ മന്ദബുദ്ധി ആയതുകൊണ്ടാ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. ഇവിടെ ഇരുന്ന് പഠിക്കുന്ന
മറ്റു കുട്ടികളെ കൂടി ഉഴപ്പാതെ അനുസരണയോടെ പോയിരുന്നു പഠിക്ക്. ആശീർവാദമായിരുന്നതെങ്കിലും അവൾക്കതൊരു അപമാനമായിരുന്നു. പെട്ടെന്നായിരുന്നു ക്ലാസ്സിലൊരു കൂട്ടച്ചിരി ഉയർന്നത്. പൊടുന്നനെ നന്ദൻ മാഷിന്റെ ചൂരൽ മേശയുടെ മുകളിൽ അമർന്നു. അവൾക്ക് മനസ്സിലായിരുന്നു മുത്തശ്ശന്റെ ഉറച്ച ശബ്ദം മറ്റുള്ളവരുടെ ചെവിയിലും എത്തിയെന്ന്. അവൾക്ക് അയാളോട് വീണ്ടും വെറുപ്പ് തോന്നി. അലക്ഷ്യമായി തല കുലുക്കിക്കൊണ്ടവൾ ക്ലാസ്സിനകത്തേക്ക് കയറി. അല്പം മടിയോടെ അവൾ നന്ദന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു. എന്തിനെന്നറിയാത്തൊരു നൊമ്പരം അവളിൽ പിറവിയെടുത്തു. ഇരുവശത്തുമായി അടുക്കിയിട്ട ബെഞ്ചുകൾക്കിടയിലൂടെ പിന്നോട്ട് നടക്കവേ നന്ദൻ അവളെ വിളിച്ചു. അതിത്രി. ചോദ്യഭാവത്തിൽ അവൾ നന്ദനെ നോക്കി. ഇവിടെ ഇരിക്കും. മുൻബെഞ്ചിലെ ആദ്യത്തെ സ്ഥാനം അവൾക്കായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നന്ദൻ അത് പറഞ്ഞത്. അവളുടെ മുഖത്ത് എന്തോ ഒരു അതൃപ്തി തോന്നി. എങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതെ അവൾ അവിടെ തന്നെ ഇരുന്നു. ഇനി മുതൽ എന്നും അതിത്രി ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. അവൾ നിസ്സഹായതയോടെ തലകുലുക്കി. വെയിറ്റ്, 5 മിനിറ്റ്സിനുള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരും ഒന്ന് നോക്ക്. ഞാനിപ്പോൾ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതും പറഞ്ഞുകൊണ്ട് നന്ദൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. എല്ലാവരും ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അതെ, ഇവിടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുവോ? അടുത്തിരുന്ന കുട്ടിയോടായിരുന്നു രാത്രി അത് ചോദിച്ചത്. എല്ലാ ദിവസവും സാറ് ചോദ്യം ചോദിക്കും. തന്റെ പേരെന്താ? എന്റെ പേര് ഗായത്രി. നേർത്ത എണ്ണമയമുള്ള മുടി 2 വശത്തേക്കും പിന്നിയിട്ടിരിക്കുന്നു. അതിന്റെ തുമ്പ് അറ്റത്തായിട്ടൊരു പച്ച റിബൺ. പുരികത്തിന് നടുവിലായൊരു ചെറിയ കറുത്ത പൊട്ട്. അതിനു മുകളിലായി തെളിച്ചം മങ്ങിയൊരു ചന്ദനക്കുറി. രാവിലെ എഴുതിയതുകൊണ്ടാവാം കൺമഷി ചെറുതായൊന്ന് പടർന്നിട്ടുണ്ട്. ചെറിയ എണ്ണമഴക്കുള്ള ഇരുനിറം. വർത്തമാനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന ഇടംപല്ല്. ഐശ്വര്യമുള്ള മുഖം. രാത്രി മനസ്സിലോർത്തു. പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഉറപ്പുവരുത്തി വാതിൽക്കലേക്ക് സാറ് വരുന്നത് നോക്കിയിരിക്കുവാണവൾ. വീട് ഇവിടെ അടുത്താണോ? അമ്പലത്തിന്റെ പിൻവശത്ത്. ദൃഷ്ടിയെപ്പോഴും വാതിൽക്കൽ. രാത്രിക്ക് ഗായത്രിയോട് എന്തൊക്കെയോ വീണ്ടും ചോദിക്കണമെന്നുണ്ട്. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും സാറ് ക്ലാസ്സിൽ വന്നു. കയറി വന്നപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം എഴുന്നേപ്പിച്ച് നിർത്തി. രാത്രിയും ഗായത്രിയും പിന്നെ വിരലിൽ എണ്ണാവുന്ന കുട്ടികളും ഒഴുകി ബാക്കി എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തി. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ സംസാരിക്കരുതെന്ന്. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഇവിടെ ഇരിക്കും, അല്ലാത്തവർക്ക് ഇറങ്ങിപ്പോകാം. ക്ലാസ് ആകെ നിശബ്ദമായി. അതുവരെ അതിത്രിയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം കെട്ടടങ്ങി. പകരം ഭയത്തിന്റെ ചെറുനിഴൽ വീണു. എഴുന്നേറ്റ് നിന്ന ഓരോരുത്തരോടുമായി ഒരറ്റത്തു നിന്നും ചോദ്യം ചോദിക്കുവാണ് നന്ദൻ. ചിലരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ പറയാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോകുന്നു. ഉത്തരം പറഞ്ഞവരെ എല്ലാം ഇരുത്തി. ബാക്കിയുള്ളവർ അതുപോലെ തന്നെ നിന്നു. അവസാനമായി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പിന്നെയും ഒരു ചോദ്യം ആവർത്തിച്ചു. ചിലരൊക്കെ എങ്ങനെയൊക്കെയോ ഉത്തരം പറഞ്ഞിരുന്നു. അവസാനം അവശേഷിച്ച 4 പേരുടെ ഉള്ളംകൈക്ക് മുകളിൽ നന്ദന്റെ ചൂരൽ ഉയർന്നു താന്നു. അതിത്രി ഭയത്തോടെ 4 പാടും ദൃഷ്ടി ചലിപ്പിച്ചു. അപ്പോഴാണ് അതിത്രിക്ക് ഗായത്രി ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നതിന്റെ പിന്നിലെ രഹസ്യം മനസ്സിലായത്. പാവം, പേടിച്ചിട്ടാവും, അവൾ മനസ്സിൽ പറഞ്ഞു. നന്ദഗോപൻ ക്ലാസ് തുടങ്ങി. അതിത്രി ശ്രദ്ധയോടെ നന്ദനെ കേട്ടിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടു. അതിത്രി ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്കും പുറത്ത് ഇരുട്ടിലേക്കും പിന്നെ നന്ദന്റെ മുഖത്തേക്ക് നോക്കി. പൊടുന്നനെ വലിയൊരു ശബ്ദത്തോടെ നന്ദന്റെ ചൂരൽ അതിത്രിയുടെ മുൻപിലെ ഡെസ്കിലേക്ക് വലിയൊരു ശബ്ദത്തോടെ വന്നു പതിച്ചു. പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നതിനാൽ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. സമയം നോക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയല്ലോ, അതിന് ഇത്ര മെനക്കെട്ടിങ്ങോട്ട് വരണമെന്നുണ്ടോ? അവൾ പേടിയോടെ നന്ദനെ നോക്കി തല ചലിപ്പിച്ചു. അവന്റെ കണ്ണുകൾ വീണ്ടും കോർത്തു വന്നു. സോറി സോറി സർ. ഇനി മേലാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ. അവൾക്കൊരു താക്കീത് നൽകിക്കൊണ്ട് നന്ദൻ ക്ലാസ് എടുക്കുന്നത് തുടർന്നു. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഗായത്രിയോട് എന്തോ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അതിത്രി. അതിത്രി, നന്ദനായിരുന്നു അത്. എന്താ സർ? ക്ലാസിന്റെ രീതികളൊക്കെ കണ്ടല്ലോ. എല്ലാ ദിവസങ്ങളിലും ചോദ്യം ചോദിക്കും. ഉത്തരം പറയാത്തവർക്ക് അടിയും നൽകും. അനാവശ്യമായി ക്ലാസ്സിൽ സംസാരിച്ചാൽ അതിനും ശിക്ഷയുണ്ടാകും.
ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആദിത്രി ഈ ക്ലാസ്സിൽ പുതിയതായതുകൊണ്ടാണ്. ഓക്കെ സർ. അതും പറഞ്ഞുകൊണ്ട് ഗായത്രിയോടൊപ്പം അവൾ മുന്നോട്ട് നടന്നു. രാത്രിമോളെ, പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ഒരു സ്വരം കേട്ടത്. ആ, ആരിത്? രേണുവെച്ചിയോ? ചേച്ചി ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. ഞാൻ സാറിന്റെ അമ്മോട് വർത്താനം പറഞ്ഞ് അടുക്കളപ്പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോകുന്ന കണ്ടേ. നേരം അത്യാവശ്യം നന്നായി തന്നെ ഇരുട്ടി. കിളികളൊക്കെ കൂടണഞ്ഞു. അമ്പലത്തിലെ ഭക്തിഗാനം അവളുടെ കാതിൽ വന്ന് പതിച്ചു. ആ അമ്പലത്തിൽ ഏതാ പ്രതിഷ്ഠ? മുൻപേ ടോർച്ച് തെളിച്ച് നടന്നു പോകുന്ന രേണുവിനോടായിരുന്നു ആ ചോദ്യം. അത് ശിവന്റെ അമ്പലമാ. വാരത്തിന്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൾ കണ്ടിരുന്നു ഉമ്മറത്തെ ചാരുകസയിലിരിക്കുന്ന മുത്തശ്ശനെ. അങ്ങനൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ അവൾ അകത്തേക്ക് കയറി. മുത്തശ്ശനോട് അവൾക്ക് എന്തോ ഒരു ദേഷ്യമാണ്. മുത്തശ്ശൻ എന്ന വ്യക്തിയേക്കാൾ അയാളുടെ ചിന്തകൾ, പ്രവൃത്തികളോടും അവൾക്ക് വെറുപ്പ്. പലപ്പോഴും സാഹചര്യം നോക്കാതെ അത് പ്രകടിപ്പിക്കാറാണ് പതിവ്. ഈ കുട്ടിയും അച്ഛനും മുന്നാളാണോ? ഇടയ്ക്കെപ്പോഴോ ശാരി രേണുവിനോടൊരു തമാശ രൂപേണ പറയുന്നതും അവ്യക്തമായിട്ട് അവൾ കേട്ടിട്ടുണ്ട്. അതും ചിന്തിച്ചുകൊണ്ടായിരുന്നു അവൾ കോണിപ്പടികൾ കയറിയത്. വേഗം കുളിച്ച് ഒരു ഷോർട്ട് സ്കേർട്ടും ടോപ്പും ഇട്ട് അവൾ താഴേക്ക് വന്നു. നേരെ നടന്നത് നാലുകെട്ടിന്റെ അകത്തളത്തിലേക്ക്. അതിനൊത്ത നടുക്ക ഒരു തുളസിത്തറയുണ്ട്. ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു കൃഷ്ണതുളസി ഉണ്ട് അവിടെ. അതിന്റെ ഇല നുള്ളി മൂക്കിൻ തുമ്പിനോട്ട് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് അവൾ അരത്തിണ്ണയിലൂടി കാലി താഴേക്കിട്ടിരുന്നു, തൂണിൽ തലച്ചായ്ച്ചുകൊണ്ട്. അവിടെ ഇരുന്നാൽ ആകാശം കാണാം. മഴ പെയ്താൽ അത് നേരെ പതിക്കുന്നതും താഴേക്കാണ്. നാലുകെട്ടിന്റെ ഒരു അരികിലായി മുകളിലേക്ക് പടർന്നു കയറി ഒരു മുല്ലച്ചെടിയുണ്ട്. വലിയൊരു ചെടി. സീസൺ ആകുമ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ഒരു മുല്ലച്ചെടി. അവൾക്ക് ആരുടെയോ സാമീപ്യവും തലോടലും ലാളനയും വേണമെന്ന് തോന്നി. അവൾക്ക് അനിതയെ വല്ലാത്ത മിസ് ചെയ്യുന്നു. മുത്തശ്ശനിൽ നിന്നേറ്റ അപമാനഭാരത്താൽ അവളുടെ കണ്ണിലൊരു നീർത്തിളക്കം. അപ്പോഴാണ് ശാരി അവിടേക്ക് വന്നത്. അവൾ പെട്ടെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ശാരി മെല്ലെ അവളുടെ തലയിൽ തലോടി. രാത്രിയുടെ ജീവിതത്തിന്റെ താളുകൾ ഓരോന്നും മുൻപോട്ട് മറിഞ്ഞുകൊണ്ടേയിരുന്നു. പല കാര്യങ്ങളും പലവിധ മാറ്റങ്ങളും സംഭവിച്ചെങ്കിലും അവളും മുത്തശ്ശനും തമ്മിലുള്ള വാക്കുകൾ മാത്രം കൂടിയതല്ലാതെ കുറഞ്ഞതേയില്ല. പോകെ പോകെ ആദിത്രയ്ക്കിപ്പോ ഏറ്റവും മടി ട്യൂഷന് പോകാനാണ്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ട്യൂഷൻ ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് അവൾ മുക്കിയും മൂളിയുമെങ്കിലും ഉത്തരം നൽകുന്നത്. വ്യക്തമായ കാരണങ്ങളില്ലാതെ ട്യൂഷൻ ക്ലാസ്സിൽ അവധിയെടുത്താൽ അതിലും നന്ദൻ നല്ല ശിക്ഷ കൊടുക്കും. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞ അതിർത്തി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു വൈകുന്നേരം ട്യൂഷൻ ക്ലാസ്സിൽ അല്പം താമസിച്ചാണ് ഗായത്രി എത്തിയത്. പതിവില്ലാതെ താവണി ഉടുത്തെത്തി അവളെ അതിത്രി കണ്ണിമ വിട്ടാതെ നോക്കി. അവൾ വന്ന് അതിത്രിക്കരികിലിരുന്നു. ഇന്നിന്റെ പിറന്നാളാ. എല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രഹസ്യം പോലെയാണ് അവളത് അതിത്രിയോട് പറഞ്ഞത്. എന്താണ് അവിടെ ഒരു രഹസ്യം? നന്ദഗോപനായിരുന്നത്. സർ, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ആണെന്ന് അതിത്രി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ക്ലാസ്സിൽ എല്ലാവരും അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു. അവൾ എല്ലാവർക്കും മിഠായി നൽകി. ആദിത്രിക്ക് മാത്രം അവൾ 2 കൊടുത്തു. ഇടയ്ക്കെപ്പോഴോ കുട്ടികൾക്ക് എല്ലാവർക്കും വർക്ക് കൊടുത്തിട്ട് നന്ദൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗായു, നിന്റെ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെവിടുന്നാ വാങ്ങിയേ? എനിക്ക് ഇതുപോലത്തെ ഉടുപ്പൊന്നുമില്ല, പക്ഷെ നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ആദിത്രി അവളെ ആവോളം പുകഴ്ത്തി. ഇത് ധാവണിയാ. ഇതെനിക്ക് അമ്മ തയ്ച്ചു തന്നതാ, പിറന്നാൾ സമ്മാനമായിട്ട്. നിന്റെ അമ്മയോട് ചോദിക്കൂ, എനിക്കും ഇതുപോലൊന്ന് തയ്ച്ചു തരാമോന്ന്. എന്റെ ശാരികപ്പയ്ക്ക് ഇതൊന്നും തയ്ക്കാൻ അറിഞ്ഞൂടാ. അതിന് ഞങ്ങളൊക്കെ തന്ന നീ വാങ്ങുവോ? അമ്മേനോട് പറഞ്ഞത് നിന്നോട് മിണ്ടുക പോലും ചെയ്യരുതെന്നാ. അറിയാതെ വായിൽ നിന്ന് അടർന്നു വീണ വാക്കുകൾ അബദ്ധമായി പോയതുപോലെ പെട്ടെന്ന് ഗായത്രി എരിവ് വലിച്ചു. ആദിത്രി ആശങ്കയോടെ അവളെ നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാനൊരു പാവമല്ലേ? നിന്നെ എന്റെ സിസ്റ്ററെ പോലെയല്ലേ ഞാൻ കാണുന്നത്? പിന്നെന്തിനാ നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞേ? അത് നിന്റെ മുത്തശ്ശനെ ഭയന്നിട്ടാ. അദ്ദേഹത്തെ എല്ലാവർക്കും ഭയമാ. ചിലപ്പോ ഞങ്ങളോടൊക്കെ കൂട്ടുകൂടുന്നത് നിന്റെ മുത്തശ്ശന് ഇഷ്ടമായില്ലെങ്കിലോ? അമ്മ അതുകൊണ്ട് പറഞ്ഞതാ. തികട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അതിത്രി മെല്ലെ തലകുലുക്കി. ഗായുളുടെ താടിയിൽ പിടിച്ചു.
സോറി. നിനക്ക് വിഷമായില്ലേ? എങ്കിലൊരു കാര്യം ചെയ്താലോ? അതിത്രി എന്താണെന്ന് അറിയുവാനുള്ള ഭാവത്തോടെ ഗായുവിനെ നോക്കി. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നാ നിനക്കും ഇതുപോലൊരു ഉടുപ്പ് തുന്നിത്തരാൻ അമ്മയോട് ഞാൻ പറയാം. ഇപ്പൊ സങ്കടം മാറിയോ? ഉം. അതിത്രി ഒന്ന് പുഞ്ചിരിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അതിത്രി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. രേണു വന്നിട്ടുണ്ടോന്നറിയാൻ. അവിടെയെങ്ങും അവരെ കാണാത്തതുകൊണ്ട് അവൾക്ക് അല്പം ധൈര്യം കൂടി. ഗായുവിന്റെ വീട്ടിലേക്ക് പോകാനായി. വീട് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഓടിട്ടൊരു കുഞ്ഞു വീട്, മുറ്റത്ത് നിറയെ ചെടികൾ, മുൻപിൽ പരന്നു കിടക്കുന്ന നെൽപ്പാടം. അതിത്രിക്ക് ആ കാഴ്ച ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളുടെ വീടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വെച്ചൊരു നിലവിളക്കിന്റെ മുൻപിലിരുന്നു 2 കുട്ടികൾ നാമം ചൊല്ലുന്നു. ഒരുപോലെ ഇരിക്കുന്ന 2 പെൺകുട്ടികൾ. അവര് ട്വിൻസാ, എന്റെ അനിയത്തിമാരാ. ഒരാൾ ഗൗരി, മറ്റേത് ഗംഗോത്രി. അവൾ അവരെ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. അമ്മേ, ദേവുമേ, ഒന്നിങ്ങോട്ട് വന്നേ. ആരാണെന്ന് നോക്കിയേ. അപ്പോഴായിരുന്നു അവളുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്നത്. അമ്മേ, ഞാൻ പറയാറില്ലേ, അതിത്രി, അതിവളാ. ദേവിയുടെ മുഖത്ത് അവളെ കണ്ട മാത്രമേ തെളിഞ്ഞ പുഞ്ചിരി. പതിയെ മറ്റേതോ ഭാവത്തിന് വഴിമാറി. വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ മോളിങ്ങോട്ട് വന്നത്? ആം, ഞാൻ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് അങ്ങനൊരു മറുപടിയാണ് അവളുടെ നാവിൻ തുമ്പി വന്നത്. സംശയത്തോടെ അതിത്രിയെ നോക്കിയ ഗായുവിനെ അവൾ കണ്ണുചിമ്മി കാട്ടി. അമ്മേ, ഇവൾക്കും ഇതുപോലത്തെ ഉടുപ്പ് വേണമെന്ന്. അവൾക്ക് ഈ ധാവണി ഒരുപാട് ഇഷ്ടായി. മോളുടെ മുത്തശ്ശൻ വിചാരിച്ച ഇതല്ല ഇതിലും ഭംഗിയുള്ള 100 എണ്ണം വാങ്ങിത്തരാൻ കഴിയും. പിന്നെന്തിനാ ഇത്? എനിക്ക് പക്ഷേ ഇതാ ഇഷ്ടപ്പെട്ടത്. എനിക്കും കൂടി ഇതുപോലൊന്ന് തയ്ച്ചു തരുമോ? എനിക്കിത് ഒരുപാട് ഇഷ്ടായി. അതിനെന്താ, ഞാൻ തുന്നിത്തരാലോ. നാളെ ട്യൂഷന് വരുമ്പോ ഗായത്രിയുടെ കൈ കൊടുത്തു വിടാട്ടോ. രാത്രി നന്ദിയോടെ തലകുലുക്കി. ശേഷം ഗായത്രിയുടെ മുറിയിലേക്ക് പോയി. അവിടെ അവളുടെ പൊട്ടും കമ്മലും കുപ്പിവളകളും ഒക്കെ ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്. അവൾ അതിലൂടെ മെല്ലെ വിരലോടിച്ചു. എന്തു ഭംഗിയാ ഇതൊക്കെ! നിനക്കാരാ ഇതൊക്കെ വാങ്ങിത്തരുന്നേ? എന്റെ അച്ഛനാ. ഇപ്പൊ വരും, പണിയൊക്കെ കഴിഞ്ഞ്. നിനക്ക് ഈ ചുവന്ന കുപ്പികൾ ഇഷ്ടായോ? ഒരുപാട്. എങ്കിൽ നീ എടുത്തോ. അതും പറഞ്ഞുകൊണ്ടവൾ 1 ഡസൻ ചുവന്ന കുപ്പിവളകൾ താത്തയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അവളുടെ വെളുത്ത നീളം കയ്യിലേക്ക് ആ വളകൾ ചേർന്നപ്പോ വല്ലാത്തൊരു ഭംഗി. ഈ വള എന്നേക്കാൾ നന്നായി ചേരുന്നത് നിനക്കാ. ഗായത്രി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെയും കുറേ സമയം അവരിരുവരും വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. ചിലപ്പോ നിന്നെ വീട്ടിൽ അന്വേഷിച്ചാലോ? സമയത്തിനായില്ലേ? ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞു അതിത്രി മുറ്റത്തേക്ക് ഇറങ്ങി. നടന്ന് സാറിന്റെ വീടിന്റെ മുൻപിലെത്തിയപ്പോൾ അവളുടെ ചങ്കിടിപ്പ് വർദ്ധിച്ചു. രേണികയ്ക്ക് പകരം അവളെയും കാത്തു അവിടെ നിന്ന് ആളെ കണ്ട് അവളുടെ തൊണ്ട വരണ്ടു. മുത്തശ്ശൻ. അവൾ പോലും അറിയാതെ അവളുടെ നാവ് അത് മന്ത്രിച്ചു. പേടിയോടെ അവൾ അയാൾക്ക് അടുത്തേക്ക് വന്നു. തുടരും.